അങ്ങനെ വിത്ത് ഗിയർ ലൈസൻസ് വേണ്ടവർക്ക് ബൈക്കിന്റെ റോഡ് ടെസ്റ്റ് ഓടിക്കണം. അപ്പോൾ പല ആൾക്കാർ ഇപ്പോഴാണ് വണ്ടി ഓടിക്കാൻ അറിയുന്നവരുമുണ്ട്, അതുപോലെ ഇങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ പല ആൾക്കാരും പഠിക്കാൻ തുടങ്ങിയവരുമുണ്ട്. അപ്പോൾ പഠിക്കാൻ തുടങ്ങിയവര് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ചിലപ്പം പല കാര്യങ്ങളും അറിയുന്നവരുണ്ടാകാം, അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലച്ചിന്റെയും പ്രവർത്തനം, അതുപോലെ ഗിയർ, എങ്ങനെ ഗിയർ മാറണം, നമ്മൾ അതുപോലെ നിരപ്പ് സ്ഥലങ്ങളിൽ ഓടിക്കേണ്ടതും വേറെ രീതിയാണ്, കയറ്റത്ത് ഓടിക്കേണ്ടത് വേറെ രീതിയിലാണ്, ഇറക്കുക, അങ്ങനെ മാറ്റങ്ങളുണ്ട് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിനെ കുറിച്ചും നമുക്ക് എങ്ങനെ ഗിയറിൻ്റെയും എങ്ങനെ നിങ്ങൾ പ്രവർത്തിപ്പിക്കണം കൂടി ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കുകയാണ്. ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഇഗ്നീഷൻ ഓൺ ആക്കണം എന്ന് പറയും. ഇഗ്നീഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സ്വിച്ച്, ഇത് നമുക്ക് കീ ആണ് വരുന്നത്. കീ വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ലോക്ക് വരുന്നു. നമുക്ക് ഏത് സൈഡിലോട്ടും ഇതിനെ ഹാൻഡിൽ ലോക്ക് ചെയ്യാം. ഹാൻഡിൽ ലോക്ക് ഒന്ന് പുഷ് ചെയ്തിട്ട് വേണം ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട്. ഹാൻഡിൽ ലോക്ക് വെറുതെ ഇങ്ങനെ തിരിയത്തില്ല, നമ്മൾ ബൈക്കിൻ്റെ ഒക്കെ ഒന്ന് പുഷ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, ലോക്ക് ആക്കുക. ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് താക്കോൽ ഇങ്ങനെ ഊരിയെടുക്കാം. താക്കോൽ ഊരിയെടുത്തു, അത് നമുക്ക് ആ റൈറ്റ് സൈഡിലോട്ടും ഉണ്ട് ലെഫ്റ്റ് സൈഡിലോട്ടും ലോക്ക് ആക്കാം. എന്നിട്ട് വീണ്ടും അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മുന്നോട്ട് തിരിക്കുക. ലോക്കായി, അതുകൊണ്ട് അൺലോക്കായി. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹാൻഡിലിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അണക്കി കൊടുത്ത ശേഷം, അപ്പം നമ്മൾ താക്കോൽ തിരിക്കുമ്പോൾ ഇതിപ്പോൾ വണ്ടി നോർമൽ വണ്ടിയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ താക്കോലിട്ടു, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതാണ് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഓൺ വരുന്നത്. മുന്നോട്ട് ചെയ്ത് ഓണായി കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ കാറിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് വരുന്നത്. അപ്പോൾ ബൈക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ സെൽഫ് സ്റ്റാർട്ട് തന്നെയാണ്. നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പോൾ പ്രസ് ചെയ്ത് പിടിച്ച് വണ്ടി ന്യൂട്രലാണെങ്കിൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഓഫ് ആക്കണമെങ്കിൽ ഇതിനകത്ത് പിടിച്ച് പ്രസ് ചെയ്യല്ല വേണ്ട, താക്കോൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ഓഫ് ആക്കുക. പിന്നെ വണ്ടി ഓൺ ആക്കിയാലാണ് ഇത് വർക്ക് ആവുള്ളൂ. വണ്ടി സ്റ്റാർട്ടായി. പിന്നെ അപ്പോൾ ഇത്ര വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്രയാണ്. പിന്നെ നമ്മൾ ഗിയറിൻ്റെ എന്നും പറയാം. ഇപ്പം നമുക്കിപ്പോൾ ക്ലച്ച് വരുന്നുണ്ട്. വിത്ത് ഗിയറിൽ ക്ലച്ച് നിർബന്ധമായി ഗിയറിനെ മാറണമെങ്കിൽ ഇപ്പം 4 ഗിയറാണ് വരുന്നത്. 4 ഗിയറിൽ ന്യൂട്രലടക്കം 5. അപ്പം 4 ഗിയറിൽ നമ്മളിപ്പം വരുമ്പം ക്ലച്ചിനെ നമ്മൾ അല്ലെങ്കിൽ വണ്ടി ഓഫായിരിക്കണം. വണ്ടി ഓഫാണെങ്കിൽ നമുക്ക് ഏത് ഗിയറിലോട്ടും നമുക്ക് ഗിയറിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. പക്ഷെ സ്റ്റാർട്ടിങ് ആയൊരു വണ്ടി നമുക്ക് ക്ലച്ച് പിടിക്കാണ്ട് നമുക്ക് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലച്ചിനെ ഫുൾ പിടിച്ച് വണ്ടി താക്കോൽ ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് ഗിയർ വന്ന് പിന്നെ ക്ലച്ചിന്ന് വിരലെടുക്കുവാണ്. വണ്ടി ക്ലച്ചിന്ന് വിരലെടുക്കാം. ആ ടയറിന്റെ കറക്കം കണ്ടോ, ഒരു മിനിമം ഈ കറക്കം ഉണ്ടാവുള്ളൂ. പിന്നെ സെക്കൻഡ് ഗിയറിലോട്ട് കൊടുക്കുവാണ്, ക്ലച്ചിനെ പിടിച്ചു. സെക്കൻഡ് ഗിയർ വരുമ്പോൾ വീണ്ടും വണ്ടീന്റെ ആ സ്പീഡ് കൂടി. തേർഡ് ഗിയറിൽ, ഫോർത്ത് ഗിയർ. അപ്പൊ അങ്ങനെയാണ് ഗിയറിങ്. നമുക്ക് ഡൗൺ ചെയ്യണം. ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഞാനിപ്പോ ഉപ്പൂറ്റിന്റെ വശം കൊണ്ടാണ് താഴേക്കാണെങ്കിൽ ഇനി മുന്നോട്ടാണ് ഇതാക്കേണ്ടത്. ഇതിപ്പോ തേർഡ് ഗിയറിൽ വന്നു, സെക്കൻഡ് ഗിയർ വന്നു, ഫസ്റ്റ് ഗിയർ വന്നു, പിന്നെ അടുത്ത് വരുന്ന ന്യൂട്രലും വന്നു. ന്യൂട്രലായി കഴിഞ്ഞാൽ എന്താ, നമുക്ക് ക്ലച്ചിന്ന് വരല്. ന്യൂട്രൽ ഗിയറിന്റെ പ്രത്യേകത നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ക്ലച്ചിന്ന് വിരലെടുത്ത് കഴിഞ്ഞാൽ നിർത്താമെന്നാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ക്ലച്ചിന്ന് വിരലെടുത്ത് കഴിഞ്ഞാൽ പക്ഷെ വേറെ ഒരു ഗിയറിലോ, ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറിലോ ക്ലച്ചിന്ന് വിരലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല. അപ്പൊ ഗിയർ മനസ്സിലായി നിങ്ങൾക്ക്. അപ്പൊ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഗിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അടുത്ത് വരുന്ന ആക്സിലേറ്റർ ആണ്. ഇതാണ് നമ്മുടെ വലത്ത് സൈഡിലെ ആണ് ആക്സിലേറ്റർ. ആക്സിലേറ്റർ കൊടുക്കും തോറും വണ്ടി റേസ് ആവുന്ന ശ്രദ്ധിച്ചോ. അപ്പൊ വലത്ത് കയ്യിൽ ആക്സിലേറ്റർ കൊടുക്കും തോറുമാണ് വണ്ടീന്റെ സ്പീഡ് കൂടുന്നത്. അത് നമുക്കിപ്പോൾ എത്രയാണോ ആക്സിലേറ്ററിന്റെ സ്പീഡ് നമുക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി പഠിക്കുന്നവരൊക്കെ നിങ്ങൾ തേർഡ് ഗിയറിൽ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിൽ ഒരു 40-50 കിലോമീറ്ററിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ ഇട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ മാത്രം നിങ്ങൾ വണ്ടി ഓടിക്കുക. അപ്പൊ ഇത് വലത് കൈയിലെ ആക്സിലേറ്ററും വന്നു. പിന്നെ വരുന്ന ഫ്രണ്ട് ബ്രേക്കാണ്. ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പിടിക്കരുത്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, വീഴാനുള്ള സാധ്യത. ഇത് ഫ്രണ്ട് ബ്രേക്കാണ്. ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് കറങ്ങും. അതുപോലെ തന്നെ ക്ലച്ചും. പിന്നെ ഇത് വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നത് ബേക്ക്. ഈ ഒരു പെഡൽ വരുന്നത് ബേക്ക് ബ്രേക്കാണ്.
ബേക്ക് ബ്രേക്ക് ആണ് വരുന്നത്. അത് ഫുഡ് റെസ്റ്റിൽ നമ്മൾ ഇങ്ങനെയല്ല ബ്രേക്ക് ചെയ്യാറുണ്ട്. ഫുഡ് റെസ്റ്റ് കാല് വെച്ചിട്ട് ആ മുൻവശം വിരലിന്റെ വശം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ചവിട്ടി കൊടുക്കുക. പിന്നെ വരുന്നത് നമുക്കിപ്പം സ്റ്റാർട്ടിങ്, കിക്കർ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇപ്പൊ സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്ത വണ്ടി അല്ലെങ്കിൽ ഇപ്പൊ ബാറ്ററി ഒക്കെ ചിലപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അന്നേരം നമുക്ക് കിക്കർ സ്റ്റാർട്ട് ചെയ്യാം. കിക്കർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി ന്യൂട്രൽ പൊസിഷൻ ആയിരിക്കണം എന്നാണ്. ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ കണ്ടോ, കിക്കർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, നമുക്ക് കിക്കർ സ്റ്റാർട്ടും ഉണ്ട്. അപ്പൊ ഇത് രണ്ട് സ്റ്റാർട്ടിങ് ആണ് വരുന്നത്. പിന്നെ ബേക്ക് ബ്രേക്ക് വരുന്നത് ഈ പെടലിലാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്കും വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. പിന്നെ നോർമൽ ഇപ്പൊ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഒക്കെ, ഇപ്പൊ ഇൻഡിക്കേറ്ററിന്റെ ഒക്കെ നിങ്ങൾ ഓൺ ആക്കുമ്പോഴൊക്കെ നമ്മൾ വലതുവശത്തേക്ക് ഇട്ട്, എന്നിട്ട് നമുക്ക് ഇവിടെയും കാണിക്കാം, ടേൺ ഇവിടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലത്തേക്ക് തിരിയുന്നു. അപ്പൊ നമ്മൾ വണ്ടി എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിർബന്ധമായി ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം. പിന്നെ ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്ററും കത്തും, ആ ഒരു ഇതും കാണിക്കും, നമുക്ക് ഇവിടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഓഫ് ആക്കുക. അതുപോലെ മുന്നിലും ബേക്കിലും അടിക്കുക. അപ്പൊ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുമ്പോൾ, സ്വിച്ച് ഇടുമ്പോൾ എന്താണോ റൈറ്റ് സൈഡിലോട്ട് ഇതാകുന്നു. പിന്നെ പ്രസ് ചെയ്യുകയാണ് കേട്ടോ, വേണ്ട ഇങ്ങനെ പ്രസ് ചെയ്യുക. പിന്നെ വലതുവശത്തേക്ക് ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ഇടണമെങ്കിൽ ഇട്ടു, എന്നിട്ട് പ്രസ് ചെയ്യുക. അത് ഫ്രണ്ടിലും ബേക്കിലും കത്തും. അത് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ബേക്കിലെ ബ്രേക്ക് ലൈറ്റും കത്തും. ഇതാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. ബ്രേക്ക് ലൈറ്റും കത്തും. നമ്മൾ വലതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ, ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ, അങ്ങനെ വന്നു. അപ്പൊ ഇത്രയാണ് പഠിക്കേണ്ടത്, നോർമലായിട്ട് അറിയേണ്ടത്. ഇനി സൈക്കിൾ ബാലൻസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തവരൊക്കെ അത് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താവുള്ളൂ, ബാലൻസിലോട്ട് വരുള്ളൂ. അതുപോലെ ഇനി ഒരു കാര്യം കൂടി മറന്നുപോയി, നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ വരുന്നത് ഇപ്പൊ പുതിയ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കും. പിന്നെ ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്. ഇത് ഡിമ്മും ബ്രൈറ്റും ആണ്. ഇപ്പം ബ്രൈറ്റ് വന്നു, ഡിമ്മ് വന്നു. നമ്മുടെ ആ മുമ്പിൽ നിന്ന് വരുന്നവർക്കൊക്കെ ആ ലൈറ്റിന്റെ നമ്മുടെ കണ്ണിലോട്ടൊക്കെ ഒരുപാട് അടിച്ച് അവർക്കും ഒരു കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ബ്രൈറ്റിലിട്ട് പോകുമ്പോൾ സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോ മുമ്പിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഡിമ്മിലോട്ട് മാറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ബ്രൈറ്റിലോട്ട് ആക്കുന്നു. അത് എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം, നൈറ്റിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ. അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കാഴ്ച കാണുന്നില്ല, റൂട്ട് നൈറ്റിലല്ലേ, ഇരുട്ടല്ലേ. അപ്പം എല്ലാവരും ഡിമ്മും ബ്രൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വണ്ടി ഓടിക്കേണ്ട ഒരു അറിഞ്ഞൊരു ബേസിക് കാര്യമാണ്. പിന്നെ നമ്മൾ വണ്ടി മുന്നോട്ട് എടുത്തു പോകുന്നതാണ്. അപ്പൊ മുന്നോട്ട് പോകുമ്പം നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് എന്നുള്ള വിരൽ റിലീസ് ചെയ്യലാണ്. ഞാനിപ്പോ ഫസ്റ്റ് ഗിയറിലിട്ടു, ക്ലച്ചിനെ ഫുള്ള് പിടിച്ചു. ഇപ്പൊ ക്ലച്ച് ഉപയോഗിക്കാണ്ടും ക്ലച്ച് പിടിക്കാതെ ഇട്ട് കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നതെന്ന് പറയാം. ഞാനിപ്പോ ക്ലച്ച് ആദ്യം പിടിച്ചിട്ട് ഗിയറിലിട്ട് സ്മൂത്ത് ആയിട്ട് ഗിയറിലോട്ട് വീണു. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് എടുക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ആ മുന്നോട്ട് പോകുന്ന ക്ലച്ചിൽ വിരൽ നിർത്തിയിട്ട് ഒന്ന് കാലും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് തള്ളുവോ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ആക്സിലേറ്ററും ക്ലച്ചും ഒരേ രീതിയിൽ കൊടുക്കുക. അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി സ്മൂത്ത് ആയിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നതാണ്. വണ്ടി നിർത്തി. ഞാനിപ്പോ ക്ലച്ച് പിടിക്കാണ്ട് ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുവാണ്. കണ്ടോ, വണ്ടി ഇങ്ങനെ മുന്നോട്ട് എടുത്തൊരു ചാട്ടം, ഒരു കുതിക്കലാണ്. വണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളിന്ന് ഗിയർ ഇടുമ്പോൾ നമ്മൾ നിർബന്ധമായി ക്ലച്ചിനെ ഉപയോഗിക്കുക. അതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ഓൺ ആവത്തില്ല, വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതുപോലെ തന്നെ കിക്കർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവാതെ മുന്നോട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോകുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിനെ പിടിച്ച്. അപ്പോൾ കിക്കർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂട്രൽ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, കിക്കർ അടിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ടായി. ഇപ്പൊ ന്യൂട്രൽ പാട്ടണം. നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് ആക്കി കഴിഞ്ഞ ശേഷം ന്യൂട്രൽ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നേരത്തെ ഞാൻ ഗിയറിലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യപ്പോൾ വണ്ടി മുന്നോട്ട് എടുത്തു, വണ്ടി ഓഫ് ആയിപ്പോയി, സ്റ്റാർട്ട് ആകില്ല. അത് സെക്കൻഡ് ഗിയർ ആയാലും തേർഡ് ഗിയർ ആയാലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ആക്കാൻ പറ്റില്ല. ഞാനിപ്പോ ഫസ്റ്റ് ഗിയറിലെ വണ്ടിയുള്ള ഫസ്റ്റ് ഗിയറിലിട്ട് നമുക്ക് ക്ലച്ചിനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ, ഈ സെൽഫ് സ്റ്റാർട്ട് ആകുന്നതാണ്. അത് ഏത് ഗിയറിലും ആണ് കേട്ടോ. ഇപ്പൊ സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും വണ്ടി ക്ലച്ചിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് ഓഫ് ആവില്ല. പിന്നെ നമ്മൾ ഇനിയിപ്പോ ഫോർത്ത് ഗിയറിൽ ഇനി വണ്ടി എടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഇനി വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യണോ, ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് വണ്ടി നിന്ന ഒരു വണ്ടിയാണെങ്കിൽ അത് എപ്പോഴായാലും സ്പീഡ് കുറയുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി പോകുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷം നമുക്കൊരു സ്പീഡ് ശരിക്കും പറഞ്ഞാൽ RPM മീറ്റർ നോക്കാം. ഇപ്പോൾ നമുക്ക് ബൈക്കിന് RPM ഒന്നുമില്ല, ഒരു 20 കിലോമീറ്ററിൽ 10ന് മുകളിലോട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 കിലോമീറ്റർ സെക്കൻഡ് ഗിയർ കൊടുക്കാം. ഒരു 30 എത്തിക്കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ, 40 എത്തിക്കഴിഞ്ഞാൽ ഫോർത്ത് ഗിയർ. അങ്ങനെ നമുക്ക് ഗിയറിനെ ചേഞ്ച് ചെയ്ത് പോകാം.
സ്പീഡ് കുറയുന്നതനുസരിച്ച് നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് വരികയും വേണം. തേർഡ് ഗിയർ, സെക്കൻഡ് ഗിയർ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പീഡ് കുറയുന്നതനുസരിച്ച് ഗിയറിനെയും നിങ്ങൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. സ്പീഡ് കൂട്ടി പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചേഞ്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോവുകയും വേണം. അപ്പൊ ഗിയർ ഇത്രയാണ് പറയുന്നത്. ഇനിയിപ്പോ ഇനി വണ്ടി എടുക്കുവാണ്, വണ്ടി എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഏത് ഗിയറിലിട്ട്, ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കുക. ഫസ്റ്റ് ഗിയറിലിട്ട് എടുത്ത് നമുക്ക് വണ്ടി ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് വിരൽ എടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും. ഇനിയിപ്പോ ഞാൻ സെക്കൻഡ് ഗിയറിൽ അല്ലെങ്കിൽ തേർഡ് ഗിയറിലിട്ട് എടുക്കുന്നതായിരിക്കാം. ക്ലച്ചിൽ നിന്നുള്ള വിരൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്താവും, വണ്ടി ഓഫായി പോകുന്നതാണ്, നമുക്ക് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നിന്നൊരു വണ്ടീനെ നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് നിങ്ങൾ എടുത്തു പോകുക. ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് എടുത്തു പോയി പിന്നെ നമ്മൾ ഓരോ ഗിയറിലോട്ടും മാറി മാറി പോകുക. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഗിയറിനെ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലോട്ട് വന്നിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫസ്റ്റ് ഗിയറിലാണ്, ക്ലച്ചിൽ നിന്ന് വിരലെടുത്ത് കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ സെക്കൻഡ് ഗിയറിലോട്ട് നിന്നൊരു വണ്ടിയാണ്, ക്ലച്ചിൽ നിന്നുള്ള വിരൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി ഓഫായി. സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റും, ക്ലച്ച് ഇവിടെ കൂടുതൽ കൊടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ച് താങ്ങി എടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും സെക്കൻഡ് ഗിയറിലൊക്കെ. അപ്പം ക്ലച്ച് ഡിസ്ക് പെട്ടെന്ന് ഇവിടെ കംപ്ലൈന്റ് ആയി പോകും, ക്ലച്ചിന്റെ ലൈഫ് പകുതിയായി കുറയുന്നതാണ്. അപ്പൊ കിലോമീറ്റർ ഓടേണ്ട, ഒരു 10-20 കിലോമീറ്റർ കൂടുതൽ ഓടേണ്ട ക്ലച്ച് ഡിസ്ക് ഇവിടെ കംപ്ലൈന്റ് ആയി നമ്മൾ ക്ലച്ചിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്ന വരും. അപ്പം വണ്ടി നിന്നൊരു വണ്ടി നിർബന്ധമായി നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് തന്നെ എടുത്ത് പിന്നെ ഓരോ ഗിയറും ചേഞ്ച് ചെയ്ത് പോകും. അങ്ങനെയാണ് നമ്മൾ ഗിയറിനെ മാറ്റി കൊടുക്കൊണ്ട് പോകേണ്ടത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വണ്ടി മുന്നോട്ട് പോകുന്നതാണ്. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നമുക്ക് പോയി ക്ലച്ചിന് പല ആൾക്കാർക്കും സംഭവിക്കുന്നതാണ്, വണ്ടി കാല് രണ്ടും കയറ്റി വെക്കും, എന്നിട്ട് ക്ലച്ചിന് ഒറ്റ ഒരു എടുക്കല് പെട്ടെന്ന് കൂടെ എടുക്കും, പെട്ടെന്ന് എടുത്ത് എന്ത് ചെയ്യും, വണ്ടി ഓഫായി പോകും. അന്നേരം അങ്ങനെ റിലീസ് ചെയ്യരുത്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഗിയർ ഇടുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ കാല് കയറ്റി വെക്കാം, എന്നിട്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് കാലിങ്ങനെ വെച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുന്നോട്ട് ഇങ്ങനെ പതുക്കെ തള്ളി ക്ലച്ചിന്ന് റിലീസ്. അത് വണ്ടി ഇത്രയും മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷമേ ഞാൻ ക്ലച്ചിന്നുള്ള വിരൽ ഇതേപോലെ മൊത്തം റിലീസ് ചെയ്യാൻ പാടുള്ളൂ. വണ്ടി ഓടി തുടങ്ങി കുറച്ച് വണ്ടി മുന്നോട്ട് പോകണം, ഒരു 10-20 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്ലച്ചിന്നുള്ള റിലീസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ എടുത്ത് പോകുന്നത് പറഞ്ഞു, ഇനി നിർത്തുമ്പോഴാണ്. നിർത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വണ്ടി ഇപ്പൊ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ആയിക്കോട്ടെ പോകുന്നത്, അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും, വണ്ടീന്റെ വേഗത സ്പീഡിനെ കുറച്ച ശേഷം, ഇപ്പം 40 കിലോമീറ്ററിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്കിലോട്ട് കാല് വന്ന് സ്പീഡിനെ കുറച്ച ശേഷം ക്ലച്ചും കൂടിയും ഫുൾ പിടിക്കണം, എന്നാലാണ് വണ്ടി നിൽക്കുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ മുന്നോട്ട് ഇങ്ങനെ വരുവാണ്, ഇങ്ങനെ മുന്നോട്ട് വന്നു, ഞാൻ ബ്രേക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഗിയറിൽ തന്നെ സ്റ്റക്കായി നിൽക്കും. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് കംപ്ലൈന്റ് ആയിപ്പോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചും കൂടിയും കൊടുത്തിട്ട് വേണം വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. ക്ലച്ചും ബ്രേക്കും കൂടിയും കൊടുത്തിട്ട് വേണം നിർത്താൻ. എന്നാൽ നമുക്ക് ഈ സ്റ്റാർട്ടിങ് തന്നെ നിർത്താം. ഇനി നമുക്ക് ക്ലച്ചിന്ന് വിരലെടുത്ത് കഴിഞ്ഞാൽ എന്താവും, വണ്ടി ഓഫായി പോകും. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂട്രലിൽ വന്ന ശേഷം മാത്രമേ ക്ലച്ചിന്നുള്ള വിരലെടുക്കാൻ പാടുള്ളൂ. അത് നിന്ന ശേഷം ന്യൂട്രൽ ആക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ക്ലച്ചിന് വിരലെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, താക്കോല് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ക്ലച്ചിനുള്ള വിരല് എടുക്കാം. അപ്പോൾ ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലച്ചിന് വിരലെടുക്കാം. അല്ലെങ്കിൽ ന്യൂട്രൽ ആക്കിയിട്ടേ ക്ലച്ചിന് വിരലെടുക്കാൻ പാടുള്ളൂ. അന്നേരം നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ വണ്ടി നിർത്തും, നമുക്ക് സ്റ്റാൻഡിൽ തന്നെ വണ്ടി നിൽക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ. പിന്നെ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ നിങ്ങളിപ്പോൾ ഫോർത്ത് ഗിയറിലാവുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ വരുന്ന ഗിയറിന് ഇപ്പോൾ 40 പോകുന്ന വണ്ടിയാണെങ്കിൽ നേരെ സെക്കൻഡ് ഗിയർ ആ സ്പീഡിൽ നിങ്ങൾ ഡൗൺ ചെയ്ത് നിർത്തരുത്. വണ്ടി ആദ്യമേ സൈഡ് ചേർത്ത് നിർത്തിയ ശേഷം ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക. തേർഡ് ഗിയർ, സെക്കൻഡ് ഗിയർ, ഫസ്റ്റ് ഗിയർ അങ്ങനെ നിർത്തിയാലും മതി. പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയർ നിങ്ങൾ ആ സൈക്കിൾ ബാലൻസ് നല്ലപോലെ വേണം. നമ്മൾ നിരന്തര പ്രാക്ടീസ് കൊണ്ട് ഈ സംഭവമൊക്കെ 1-2 ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് ബാലൻസ് ആക്കാൻ പറ്റില്ല. അതായത് കുറച്ചധികം ദിവസം കൊണ്ടേ നിങ്ങൾക്ക് ഇത് ബാലൻസ് ആവുള്ളൂ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദ്യമാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വണ്ടി നിർത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബ്രേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫോർത്ത് ഗിയർ പോകുന്ന വണ്ടിയായ ഒരു 40 കിലോമീറ്റർ സ്പീഡിലുണ്ട്, നമ്മൾ ആദ്യം ബ്രേക്കിന് കൊടുത്ത ശേഷം ക്ലച്ച് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് സ്പീഡിന് കുറച്ച ശേഷം ക്ലച്ചിന് ഫുള്ള് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഗിയർ മാറുന്നതനുസരിച്ചുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നതെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലാണ് അധികം സ്പീഡില്ല, അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗിയറിലാണ് സ്പീഡ് കുറവാണ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ട് ബ്രേക്ക് കൊടുത്താൽ മതി. ബ്രേക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കുമ്പോൾ
വണ്ടീൻ്റെ സ്പീഡ് കുറവാണ്, ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ പോകുന്നത്. അപ്പം പെട്ടെന്ന് വണ്ടി കുത്തി ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. ക്ലച്ചിനെ പിടിച്ച് ബ്രേക്ക് കൊടുത്താലും മതി. അപ്പം ആ വണ്ടീൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മൾ ഈ കൺട്രോളിങ്ങിലും ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അത് വലിയ ഗിയറിലാണ് പോകുന്നത്, ഒരു 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്, ഒരു 40 മുകളിൽ സ്പീഡ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് കൊടുക്കുക. ഫസ്റ്റ് ബ്രേക്ക് ക്ലച്ച് കൊടുക്കരുത്, അല്ലെങ്കിൽ സ്പീഡ് ഒന്നും കൂടി കൂടുകയുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ഒരേ രീതിയിൽ കൊടുക്കുക, ബ്രേക്കും ക്ലച്ചും കൂടി ഒരേ രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നിർത്തും. ഫസ്റ്റ് ഗിയറാണെങ്കിൽ നമുക്ക് ആദ്യം ക്ലച്ച് കൊടുത്ത് ബ്രേക്ക് കൊടുത്താലും മതി. അപ്പോൾ ഇത്ര